ഒരിക്കലൊരു മകൻ തന്റെ വയോവൃദ്ധനായ അച്ഛനെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ കയറി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഭക്ഷണശകലങ്ങൾ കയ്യിൽ നിന്നും വായിൽ നിന്നും അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും ദേഹത്തും വീഴുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റിലെ മറ്റാളുകൾക്ക് ആ കാഴ്ച വളരെ അലോസരമായി തോന്നി. അവർ ആ അച്ഛനെയും മകനെയും തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ മകൻ ഒരു ചെറുപുഞ്ചിരിയോടെ നിശബ്ദനായി അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതും ആസ്വദിച്ച് നോക്കിയിരുന്നു. അച്ഛൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ മകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് വാഷ്റൂമിലേക്ക് നടന്നു. അതിനുശേഷം അച്ഛന്റെ കൈ കഴുകി ദേഹത്തു പറ്റിയ ഭക്ഷണം തുടച്ചു കളഞ്ഞ് മുടി ചീകി കണ്ണട നേരെയാക്കി അയാൾ അച്ഛനുമായി വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങി. അവർ പുറത്തിറങ്ങുമ്പോൾ റെസ്റ്റോറന്റിലെ മുഴുവൻ ആളുകളും നിശബ്ദരായി അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ മകന്റെ മഹത്വം മനസ്സിലാക്കി സ്വയം ലജ്ജിച്ച് തലകുനിക്കുവാനുള്ള ബോധം പോലും അവിടെ കൂടിയവർക്കുണ്ടായിരുന്നില്ല. വെയിറ്റർക്ക് ബില്ലിലെ തുക നൽകി അയാൾ അച്ഛനുമായി പുറത്തേക്ക് പോകാനൊരുങ്ങി. അവരിറങ്ങിയതും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പ്രായമായ ഒരാൾ ആ മകനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടാണോ പോകുന്നത്? ആ മകൻ പറഞ്ഞു, ഇല്ല സാറേ, ഞാനൊന്നും ഇവിടെ വെച്ചിട്ടില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഓരോ മക്കൾക്കും വലിയൊരു പാഠവും ഓരോ അച്ഛനും വലിയൊരു പ്രതീക്ഷയും വച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. നമ്മെ ഒരു കാലത്ത് സംരക്ഷിച്ചവരെ നമ്മൾ തിരികെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മിലെ നന്മയും മഹത്വവും വെളിവാകുന്നത്. വളരെ മനോഹരമായൊരു കഥയുടെ വ്യക്തിയെ നമ്മളൊന്ന് പരാമർശിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? രമേശ് എന്നുള്ളതാണ് എന്റെ ഓർമ്മയിലുള്ളത്. രതീഷ് എന്നാണ്. അദ്ദേഹം കുറെ ഇങ്ങനത്തെ നല്ല ഫലപ്രദമായ ഗുണപ്രദമായ കഥകൾ അദ്ദേഹത്തിന്റെ പേജിലൂടെ ഇടാറുണ്ട്. പറയാം. ഇവിടെ സത്യത്തിൽ ഈ ഒരു വളരെ ചെറിയ വരികളാണെങ്കിലും വളരെ വലിയ സന്ദേശം യഥാർത്ഥത്തിൽ ഈ ഒരു കഥ നൽകുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതേപോലെ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കുന്നതിൽ മുന്നോട്ട് വരിക എന്നുള്ളത് പ്രധാനമാണ്. അപ്പം ചില ആളുകളൊക്കെ പറ്റി എനിക്കറിയാം, അവരെ പറ്റി പറയാം, ഇന്ന ആള് വാപ്പാനെ നോക്കിയ പോലെ എന്നാണ്. ആ ഒരു കാര്യത്തിൽ അങ്ങോട്ട് ആഴ്ന്നിറങ്ങിയിട്ട് നമുക്ക് തന്നെ അറിയണ കുറേ കുടുംബങ്ങളുണ്ട്. 3-4 ഒക്കെ പിന്നെ മക്കളുണ്ടാവും. 2 ഗൾഫിലാണെങ്കിൽ 2 നാട്ടിലാവും. ഈ 2 പോകുമ്പോൾ അടുത്ത 2 എന്ത് ചെയ്യും, വരും. അങ്ങനെ അവരുടെ ഒരു സാമ്പത്തികത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർ പാരൻസിൻ്റെ കൂടെ ഉണ്ടാകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പ്രത്യേകിച്ച് അവർ രോഗികളാകുമ്പോൾ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും മാതാപിതാക്കളെ കൂട്ടുപിടിക്കണമെന്നും ഇപ്പം നമ്മുടെ ഈ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് മാത്രം പോയൊക്കെ മതി. ഓരോ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ഒരു ICUവിൻ്റെ മുന്നിലും ഒക്കെ രക്ഷിതാക്കൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുന്നതോടൊപ്പം തന്നെ എപ്പോഴും പോസിറ്റീവ് സൈഡും കൂടി എന്ത് ചെയ്യണം, പറയേണ്ടതുണ്ട്. നമ്മുടെ കേരളം ഒരുപാട് മക്കളെ രക്ഷിതാക്കളെ സംരക്ഷിക്കുന്നതിലൊക്കെ ഒരു മുൻതൂക്കം നിൽക്കുന്ന ഒരു നാടും കൂടിയാണ് നമ്മുടെ നാട്. ഞാൻ ഇപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഗൂഗിളിൽ 2023 മെയ് 17 വരെയുള്ള കണക്ക് പ്രകാരം 743 വൃദ്ധസദനങ്ങളാണ് കേരളത്തിലുള്ളത്, ഓൾഡ് ഏജ് ഹോമുകൾ. അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിൻ്റെ പോസിറ്റീവുകൾ സംസാരിക്കുമ്പോൾ കടന്നു വരേണ്ടതാണ്. ഇനിയിപ്പോൾ പുതിയൊരു കാലത്ത് ഈ ഓൾഡ് ഏജ് ഹോം എന്നുള്ളത് കുറച്ചുകൂടി പേരൊക്കെ മാറി, അതിൻ്റെ വേഷമൊക്കെ മാറി, അത് കുറച്ചും കൂടി ഒരു ആളുകൾക്ക് ആകർഷകമാകാൻ പോവുകയാണ്. അതായത് മക്കളും പേരക്കുട്ടികളൊക്കെ ജോലിക്ക് പോകുമ്പോൾ വയോവൃദ്ധരായ മാതാപിതാക്കളെ അങ്ങനെ വീട്ടിൽ തനിച്ചാക്കുന്നതിലേറെ നല്ലത് അവർക്കൊരു നല്ലൊരു കെയർ ഹോമുകളിൽ കൊണ്ടുപോയാക്കുന്നതാണ് എന്നൊരു പുതിയ നരേഷനിലേക്ക് നമ്മുടെ നാട് പോകാനിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ യൂറോപ്പിലേക്കൊക്കെയുള്ള യാത്ര പഠനാവശ്യാർത്ഥം ജോലി ആവശ്യാർത്ഥമൊക്കെ ആണും പെണ്ണുമൊക്കെ പോകുന്നതിൻ്റെ എണ്ണം കൂടിയൊരു കാലത്ത് അത് കൂടുതലായി വരികയാണ്. ഇപ്പോൾ ആണുങ്ങൾ ഇവിടെ നിൽക്കുകയും സ്ത്രീകൾ ജോലി കിട്ടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നിടത്തേക്ക് പറക്കുകയും ചെയ്യുന്ന പുതിയൊരു കൾച്ചർ പതിയെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സാധാരണ ഭർത്താവാണ് പോകുന്ന രീതി ഉണ്ടായിരുന്നത്. ഇതര സമുദായങ്ങളിലൊക്കെ നേരത്തെ അതുണ്ട്. പക്ഷേ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലേക്കും അത് യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോലും അറിയാതെ ഏറ്റവും നല്ലൊരു മകൻ എന്ന് പറയുന്നത് ശരിക്കും വാപ്പാക്ക് 24 hours സംരക്ഷണം കിട്ടുന്ന ഒരു ഇടത്തിലേക്ക് അവരെ കൊണ്ടുപോയി ആക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ കാലം യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ ഒരു 3-4 കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും സുപ്രധാനമായൊരു നേട്ടം അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ് എന്നാണ്. സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് പറഞ്ഞത് അസ്വലാത്തു അലാ വക്തിഹ, നിസ്കാരം അതിൻ്റെ നേരത്ത് നിർവഹിക്കുക. വീട്ടുജോലികളിൽപ്പെട്ട് 12:32 നിസ്കരിക്കേണ്ട നിസ്കാരം 3:45 3:30 നിസ്കരിക്കേണ്ട പരിപാടി അല്ല ഉദ്ദേശിച്ചത്. ജംഇന്റെ ഇനം കൂടിയാണല്ലോ, പലപ്പോഴും നമ്മളെ സഹോദരിമാർ അതാ ചെയ്യല്. അതെ. ഇനി രണ്ടാമത്തെ കാര്യം പിന്നീട് ഏതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം അത് ഏറ്റവും മുഖ്യമായ ആരാധനകളിൽ പെടുകയാണ്. അത് അതാ റജുലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയണ ഇന്നി അസ്തഹി അൽ ജിഹാദ്, എനിക്ക് ജിഹാദിന് പോകണം നബി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്കങ്ങനെ മാതാപിതാക്കളുണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയോട് പറയാണ്, അയാളുടെ ഹജ്ജിന്റെ കാര്യം അയാൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അൻത ഹാജുൻ വ മുഅ്തമിറുൻ വ മുജാഹിദുൻ, ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ നീ ഹജ്ജിനും ഉംറക്കും ഒന്നും പോണ്ട, അവിടെ ഇരുന്നോ, നീ ജിഹാദിനും പോണ്ട, നീ ഓൾറെഡി പോകാതെ തന്നെ നീ ജിഹാദ് ചെയ്യുന്ന ആളാണ്, നീ ഉംറ ചെയ്ത ആളാണ്, നീ അതുപോലെ ഹജ്ജ് ചെയ്ത ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നതാണ്. ഇടയ്ക്കെപ്പോഴോ കണ്ട ഒരു കഥയുണ്ട്, ഒരു വീഡിയോ ആണ്. വീഡിയോയിലുള്ളത് ഒരു കുട്ടി, ഒരു വാപ്പയും മോനും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കുട്ടി വീടിന്റെ പ്ലാൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. വീടിന്റെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കൊച്ചു റൂമുണ്ട്. ആ കൊച്ചു റൂം ഓരോന്നും ആർക്കെന്ന് വെച്ചപ്പോൾ വലിയൊരു റൂം അവനാണ്, പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഈ കൊച്ചു റൂം പറയുമ്പോൾ അത് അച്ഛനാണ് എന്ന് പറയുന്നു. അച്ഛനാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ ഇത്ര ചെറിയ റൂം, അച്ഛൻ ഇങ്ങനെ ഒരു പട്ടിക്കൂട് പോലെ എന്താ ഇത്ര ചെറിയ റൂം എന്ന് വെച്ചപ്പം അവൻ പറഞ്ഞു അച്ഛൻ്റെ റൂം വളരെ ചെറിയ റൂമാണല്ലോ. അപ്പൊ ഇയാള് അച്ഛനെ കൊണ്ടുപോയിട്ട് വളരെ ചെറിയ റൂമിലാണ്. അതൊക്കെ ആ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പ്രായത്തിൽ വർധനവ് കിട്ടാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് നീങ്ങിക്കിട്ടാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ഭക്ഷണം, വെള്ളമൊക്കെ മക്കൾക്കു മുമ്പ് മാതാപിതാക്കളെ പരിഗണിച്ചിരുന്നൊരു വ്യക്തിയുടെ ചരിത്രം, ആ ഗുഹയിലകപ്പെട്ട മനുഷ്യരുടെ ചരിത്രം പറയുന്നിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വർഗപ്രവേശനത്തിന്റെ കാരണമായി പറഞ്ഞിട്ടുണ്ട്. ധാരാളം വിഷയങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഹദീസുകൾ ഒരുപാടാണ്. അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത് താരതമ്യേന എന്താണ് കുറവാണ്. ഈ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുക, മാതാപിതാക്കളെ അടിക്കുക, കൊല്ലുക, അങ്ങനെയുള്ള അവസ്ഥകൾ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു സമയത്ത് പറയണത് ഖളാ റബ്ബുക്കാന്നാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്നതോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അപ്പോൾ ഒരു ഷിർക്കിന്റെ ഗൗരവം, തൗഹീദിന്റെ പ്രാധാന്യം നമുക്കറിയാം. അതേ പ്രാധാന്യത്തിനോട് ചേർത്തിയിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഷിറ ബനു ഒളവണ്ണയുടെ മെസ്സേജ് ഇതാണ്: ഈ കഥ വീഡിയോ ആയി കണ്ടിട്ടുണ്ട്, ആരുടെയും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലാണ് അതുള്ളത് എന്നാണ് അവരുടെ ഒരു പ്രതികരണം.